Cordelias have had 40,000 privileged guests of Cordelia Cruises for a few days and nights of the year. It wasn't just smooth sailing. It was also a memorable one. ഫസ്റ്റ് ടൈമാണ് നമ്മളങ്ങനെ ഒരു ക്രൂസ് ഷിപ്പിൽ യാത്ര ചെയ്യുന്നത്. എന്താ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല, അത്ര നല്ലൊരു കടലിൽ നടുക്ക് യാത്ര ചെയ്യുക, കടലിൽ നടുക്ക് ഭക്ഷണം കഴിക്കുക, കടലൊരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൻ്റെ ഫീലിങ്സ് കിട്ടുക. നമ്മൾ ആരും, ഞാനോ എൻ്റെ ഫാമിലി ആരും ഒരിക്കലും ഇതൊരു കപ്പലാണെന്ന് ഫീൽ ചെയ്തില്ല. സാധാരണ നമ്മൾ ഹോട്ടലിൽ പോയി താമസിക്കുന്നത് പോലെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുഡും കാര്യങ്ങളും അതിൽ ഹൈ ക്ലാസ് ആയിരുന്നു. അത് 5 സ്റ്റാർ കാറ്റഗറിയാണ്. ഫുൾ എൻജോയ്ഡ്. ഇതുമാതിരി സ്വർണ്ണം കിട്ടിയ മതിയാണ് ഞങ്ങൾക്ക്. ഇതൊരു യാത്ര ജീവിതത്തിൽ ഒരിക്കലും കിട്ടാൻ പറ്റാത്തൊരു യാത്രയായിട്ട് മാറിക്കഴിഞ്ഞു. ഇനി ഇതുമാരുടെ യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രസാദം എപ്പോഴും അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇത്രയും കടൽ നടുക്കിരുന്ന് എൻജോയ് ചെയ്യുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു അനുഭവമാണ്. അപ്പോൾ ഇതിലുള്ള യാത്ര നന്നായി ഉണ്ടാകട്ടെ. ഇതൊന്നും നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു അനുഭവമാണ് ഞങ്ങൾ കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ തീർച്ചയായിട്ടും 10 പ്രാവശ്യമല്ല 1000 പ്രാവശ്യം റെക്കമെൻഡ് ചെയ്യും. ഇപ്പോൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ കടൽ നടക്കാണോ ഇരിക്കുന്നത്, ഞങ്ങൾ സ്വർഗത്തിലായിരിക്കുന്നു പറഞ്ഞു. കാരണം അപ്പോൾ അത് തന്നെ നമുക്ക് വലിയ കോംപ്ലിമെന്റ് ആണ്. കാരണം ഭാര്യമാർക്കാണ് നമുക്ക് നല്ല അഭിപ്രായം കിട്ടേണ്ടത്. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് സുന്ദരനും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വേറൊരു അഡ്വാൻറ്റേജ് കൂടി ഞാൻ പറഞ്ഞത്, അതായത് ഈ ക്രൂസ് യാത്രയിലുള്ള അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ പുറത്തവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു എന്താ പറയുക, ഒരു ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്തിരിക്കാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലം കാണാൻ വേണ്ടി അവിടെ പോകണമെന്നുണ്ടെങ്കിൽ കുറിച്ചുള്ള എക്സ്പീരിയൻസ് സാറിന്റെ ഒന്ന് ക്രൂസിന്റെ ഒക്കെ വളരെ നല്ല ഒരു അനുഭവമാണ്. സാറിന്റെ പേരും എവിടുന്നാ വന്നെന്നുള്ളതും? ഞാൻ കണ്ണൂരാണ്. എൻ്റെ പേര് ഇബ്രാഹിം എന്നാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇന്ത്യൻ ക്രൂസിൽ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നത്. ഇന്ത്യയിൽ പുറത്ത് പോയാലും കുറെ ക്രൂസൊക്കെ ചെയ്തിരുന്നു. മോശമല്ല, നല്ലൊരു ഇത് തന്നെ. ഒരു ഇന്ത്യൻ ക്രൂസ് ആണെങ്കിലും ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ തന്നെ. എങ്ങനെയുണ്ടായിരുന്നു? ലക്ഷദ്വീപൊക്കെ ഇറങ്ങിയായിരുന്നു? സ്കൂബ ചെയ്തോ? സ്കൂബ ചെയ്യാൻ പറ്റില്ല. ഗ്ലാസ് ബോട്ട് അത് തന്നെയുള്ളൂ സ്കൂബയ്ക്കത്തും. അവിടെ ആഴം കുറവാണ് നമ്മൾ ലക്ഷദ്വീപില്. പക്ഷെ എനിക്ക് തോന്നുന്നു ഗ്ലാസ് ബോട്ടിൽ കുറച്ചും കൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഗ്ലാസ് ബോട്ടിൽ പോയ ആൾക്കാരാണ്. ഞാൻ എല്ലാത്തിനും പോയ ഒരാളാണ്. അവരെ കണ്ടോ? ഞാൻ ഒക്ടോബസിനെ കണ്ടു. നീ ചെയ്തോ സ്കൂബ? കണ്ടായിരുന്നോ? അതാ ഭയങ്കര, അത് അടിപൊളിയായിരുന്നു. ഞാൻ കാണാത്ത കുറെ സീ ഹോഴ്സിനെ കണ്ടോ? ഞാൻ സീ ഹോഴ്സിനെ കണ്ടു. സീ ഹോഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ പക്ഷെ അത് ഗ്ലാസ് ബോട്ടിലാണ്. എല്ലാവരും നല്ല എന്റർടൈൻമെന്റ് മൂഡിലാണ്. ഓരോ പ്രോഗ്രാം ഓരോ സ്ഥലത്ത് നടക്കുന്നുണ്ട്. നോക്കിയാലും പരിപാടിയാണ്. ആരെയും കാണാൻ സമയം. ഏറ്റവും വലിയ കലാപരിപാടിയാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇവിടെ. കാരണം വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഫുഡ് അതാണ്. അതും മാറും. അതാണ് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ. അതും മാറും. ഇതാ നമ്മുടെ ബാക്കിയുള്ള ആളുകളും കൂടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഷിപ്പില്. വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്താ പറയാ, നല്ലൊരു ക്രൂസിലാണ് യാത്ര ചെയ്യുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. പുറത്തേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ ഷിപ്പിലാണെന്നൊരു തോന്നുന്നത്. നമ്മൾ ഈ മോളിൽ കയറി കഴിയുമ്പോൾ സമയം പോകുന്നത് അറിയത്തില്ലല്ലോ. അതുപോലെയാണ് ഇവിടെ. ഫുഡ് എക്സ്പീരിയൻസസ് എങ്ങനെയുണ്ടായിരുന്നു? രക്ഷയില്ല. ഞങ്ങളൊക്കെ 4 കിലോ കൂടും. അല്ല, കുട്ടികൾക്ക് ശരിക്കും എന്റർടൈൻമെന്റ് അല്ലേ? കുട്ടികൾക്ക് ശരിക്കും എന്റർടൈൻമെന്റ്. അതെ അതെ അതെ. നിങ്ങൾക്ക് അടിപൊളിയല്ലായിരുന്നു? എന്റെ ഫസ്റ്റ് ക്രൂസ് ആണ്. പക്ഷെ ഭയങ്കര ഗംഭീരമായിരുന്നു. ഈ പറയുന്നത് പോലെ ഷോപ്പിംഗ് മാളിൽ കയറിയ പോലെ ഉള്ളത്. വെളിയിൽ നോക്കുമ്പോൾ മാത്രമേ അനങ്ങുന്നതേ ഇല്ല. അപ്പൊ അറിയില്ല. അപ്പൊ എന്തായാലും അടുത്ത ട്രിപ്പിന് എല്ലാവരെയും വീണ്ടും മീറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സൺറൈസിലൂടെ എല്ലാവരും ബുക്ക് ചെയ്യാൻ. സൺറൈസിലൂടെ എല്ലാവരും ബുക്ക് ചെയ്യാം. മറക്കാൻ പറ്റില്ലല്ലോ. അതാണ്. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലക്ഷദ്വീപ് വഴി മുംബൈയോട് അടുക്കുകയാണ്. നാളെ രാവിലെ നമ്മൾ ഈ ക്രൂസിൽ നിന്ന് ചെക്കൗട്ട് ആവും. അപ്പോൾ ഈ 3 ദിവസത്തെ ക്രൂസ് യാത്രയെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഗംഭീരം. കാരണം കപ്പലിലെ യാത്ര നമ്മൾ കേട്ടിട്ടുള്ളൂ, ആദ്യമായിട്ട് 2ാമത്തെയാണ്. എങ്കിലും ഇത് ഗംഭീര യാത്രയായിരുന്നു. എടുത്തു പറയത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്ന രീതിയിൽ ഭക്ഷണമാണോ, അല്ലെങ്കിൽ ഇവരുടെ ഭക്ഷണമല്ല, കപ്പൽ വെള്ളത്തിൽ ഒഴുകുമ്പോൾ നമുക്കൊരു അനക്കം പോലും ഇല്ലാതെ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഒരു അനുഭവമായി പോയി. അത്ര വലിയ കപ്പലാണിത്. ഇതിനു മുമ്പ് യാത്ര ചെയ്തതിനേക്കാൾ ചെറുതായിരുന്നു. അതിലൊക്കെ ചെറുതായിട്ട് ഷെയ്ക്ക് അനുഭവപ്പെട്ടായിരുന്നു. വളരെ സുഖം. പിന്നെ ഭക്ഷണം, ബാക്കി എല്ലാ സൗകര്യവും ഗംഭീരം. സൺറൈസിന്റെ സർവീസ് സർവീസ് സൂപ്പർ. പ്രസാദ് ഇനി വ്യക്തികളിലേക്ക് എത്തും. താങ്ക് യു സോ മച്ച്. ചേട്ടാ, യാത്ര ഗംഭീര യാത്രയായിരുന്നു. ഞാനിങ്ങനെ യാത്രേനെ പറ്റി പറഞ്ഞപ്പോൾ ഈ കപ്പൽ യാത്ര ചുരുക്ക് വരും,
ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ വിചാരിച്ചു. ഞാനും അത് തന്നെ വിചാരിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മൾ യാത്രയിൽ ഏറ്റവും നല്ല യാത്ര ഈ കപ്പൽ യാത്രയായിട്ടാണ് തോന്നിയത്. ഒരു അനക്കങ്ങളും ഇല്ല, എല്ലാ കാര്യങ്ങളും അതിൻ്റെ രീതിയിൽ നടക്കണം, നമ്മുടെ എല്ലാ കാര്യങ്ങളും സുഖമായിട്ട് നടക്കണം. പിന്നെ പ്രസാദ് നല്ലൊരു ട്രാവൽ ഏജൻസാണ്. ഇതിന് മുമ്പ് ഞങ്ങൾ അങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് പ്രസാദിൻ്റെ രീതിയിലാണ് പോകുന്നത്. നല്ല രീതിയിൽ പോയി നല്ല ഉയർച്ച കിട്ടട്ടെ. ഇത് നല്ല പ്രസാദ് ഈ പ്രാവശ്യം ആയതുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും പുള്ളി എല്ലാ കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. താങ്ക് യു. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കപ്പൽ യാത്ര ചെയ്യുന്നത്. ഗംഭീരം എന്നല്ല, അതിഗംഭീരം തന്നെയാണ്. പിന്നെ കപ്പലിൽ യാത്ര ചെയ്യുന്നത് നമുക്ക് എന്ത് കാരണവശാലും അറിയാം. നമ്മളെ ശരിക്കും എന്താ പറയാ, ഒരു കടലിലൂടെ ഒഴുകി നടക്കുന്ന ഒരു സ്റ്റാർ ഹോട്ടലിനകത്ത് താമസിക്കുകയാണ്. പക്ഷെ അത് എന്താ പറയാ, കടലിലൂടെ ഒഴുകി നടക്കുന്നത്. ഇതിലെല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് അല്ലേ ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രൂസ് തന്നെയാണല്ലോ. ഞങ്ങളെ സഹായിച്ച പ്രസാദിന് വളരെ താങ്ക് യു സോ മച്ച്. അറിയോ സാറിനോട് ആദ്യമായിട്ടല്ല യാത്ര ചെയ്തത്, മുമ്പും ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ വളരെ ഭംഗിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനേക്കാളും ഗംഭീരമാണ് ഈ പ്രാവശ്യം കപ്പൽ യാത്ര. വേറൊരു എക്സ്പീരിയൻസ് ആണ്. അതെ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് യാത്ര കുറച്ചും കൂടെ ഭംഗിയാവുക. അതെ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിത്യ മാം. ഹലോ നിത്യ മാം, നമ്മളെ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായംകുളത്തു നിന്നാണ് അവർ വന്നത്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ്, ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യത്തെ ബുക്കിംഗ് ഇവരുടെ ആയിരുന്നു എന്നുള്ളതാണ്. അത് 5 പേരുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ക്രൂസ് എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സൺറൈസിന്റെ സർവീസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ ഫോൺ എടുക്കും, അതിന് നമുക്ക് റിപ്ലൈ തരും. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ കോൾ നമുക്ക് അവർ കോൾ എടുക്കാൻ പറ്റിയില്ലെങ്കിലും എപ്പോഴാണോ കാണുന്നതെന്ന് വെച്ചാൽ ആ സെക്കൻഡിൽ തന്നെ എടുത്ത് നമുക്ക് അതിനുള്ള മറുപടിയൊക്കെ തരും. പക്ഷേ ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞങ്ങൾ ഒത്തിരി നാളുകൊണ്ട് ട്രാവൽ ചെയ്യുന്നവരാണ്. അതിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അടിപൊളി സർവീസ് ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഓഫീസിൽ ഇരിക്കുന്ന ഓരോരുത്തർക്കും അതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല സർവീസ് ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്രൂയിസിൽ വന്നിട്ടായാലും നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് പ്രസാദേട്ടൻ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അടിപൊളി ട്രിപ്പായിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. അടിപൊളി ട്രിപ്പായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. കസിനോ, പിന്നെ അതേപോലെ എന്തുവാ പൂള്, ജക്കൂസി, എവറിത്തിങ് റിയലി നൈസ്, ഓസം. പിന്നെ നമ്മുടെ സന്തോഷമായിട്ടും ചെക്കപ്പേതിലെ ചേച്ചി അടിപൊളിയായിരുന്നു. എല്ലാവരുമായിട്ട് നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നു. പിന്നെ ഈ ടൈമിൽ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് നമുക്ക് തോന്നത്തില്ല ഷിപ്പിൽ. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. 1800 മുകളിൽ കപ്പാസിറ്റിയാണ്, ഫുള്ളാണ്. ക്രൂസ് ഫുള്ളാണ്. ഫുഡ് കഴിക്കുന്നിടത്താണേലും വലിയ റഷോ കാര്യങ്ങളൊന്നും ഇല്ല, വീട്ടിലും ഫുഡാണ്. അതേപോലെ തന്നെ എന്ത് ആക്ടിവിറ്റീസ് നമ്മളിപ്പം സപ്പോസ് ബാറിൽ തന്നെ പോയാലും അവിടെ റഷോ കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര ലക്ഷൂറിയസ് ഫീലാണ് എല്ലാവർക്കും കിട്ടുന്നത്. അതേപോലെ തന്നെ അമ്യൂണിറ്റീസും എല്ലാ അമ്യൂണിറ്റീസും വെൽ പെർഫെക്റ്റ് ആണ്. എനിക്കൊരു കാര്യം നമസ്കാരം. അപ്പൊ നമ്മൾ കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലക്ഷദ്വീപ് വഴി മുംബൈയിലേക്ക് അടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ കോഡേലിയ ക്രൂസിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്, സൺറൈസ് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ സർവീസ്, ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു 3 days ഒരു ക്രൂയിസിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇച്ചിരി ആശങ്കകളുണ്ടായിരുന്നു. കാരണം നമ്മുടെ മനസ്സിലുള്ളത് ടൈറ്റാനിക് സിനിമയൊക്കെ കണ്ടിട്ടാണല്ലോ ഒരു ക്രൂയിസ് യാത്ര എന്താണെന്നുള്ളത്. അത് വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹം. പിന്നെ എത്രയോ സിനിമകളിൽ കണ്ടു. അപ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഫാമിലിക്ക് അത്രയും നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ട്രാവലിംഗ് ആണ് ക്രൂയിസ് ട്രാവലിംഗ്. എൻ്റർടൈൻമെൻറ്റ്, മ്യൂസിക് പ്രോഗ്രാംസ്, സ്റ്റേജ് ഷോസ്, ഡ്രാമ, പല പരിപാടികളും, വെറൈറ്റി ഓഫ് ഫുഡ്. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ ഫുഡ് തന്നെയാണ് കൂടുതലും. നമ്മൾ അങ്ങനെ ഒരു കോണ്ടിനെൻ്റൽ ഫുഡൊന്നുമല്ല, അതും ഇഷ്ടപ്പെടും. പിന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു മറ്റ് എന്താ പറയുക, അവരൊക്കെ ഈ വിജ്ഞാനപ്രദമായ ഒരുപാട് പരിപാടികളുണ്ട്, ഒരുപാടുണ്ട്. അവിടെ കിഡ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ വേറൊരു സെക്ഷൻ പോലും ഏരിയ തന്നെയുണ്ട്. ഇപ്പം ആക്ടിങ് വർക്ക്ഷോപ്പ്, ഡാൻസ് വർക്ക്ഷോപ്പ്, പല പരിപാടി, ടൂർണമെൻ്റ് ഉണ്ട് മറ്റേ ഇതിൻ്റെ സ്പോർട്സ്. എന്തായാലും ഭയങ്കരമാണ് എന്നെ ഈ ഒരു യാത്രയിലേക്ക് എത്തിച്ചത്. അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു യാത്ര തന്നെയാണ് തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ അനുഭവത്തിൽ എല്ലാവർക്കും ഫാമിലിക്ക് കുടുംബത്തോടൊപ്പം വന്ന് കുട്ടികളടക്കം കൂട്ടിക്കൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഇതിലൊക്കെ കൂടുതലും ഈ വിദേശികളാണ്, യൂറോപ്യൻസാണ് ഈ ക്രൂയിസ് യാത്രകളൊക്കെ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു നമ്മുടെ ചിന്തകളുണ്ടായി. പക്ഷേ ഈ ഒരു ക്രൂയിസ് നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ സാധിക്കുന്ന ലെവലിലാണ്. അതിനകത്തുള്ള ഫുഡ് ആണെങ്കിലും നമുക്ക് ആർക്കും ഒന്നും പേടിക്കാതെ, എല്ലാം നേരത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടിനെന്റൽ ഫുഡ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിനുള്ള ഒരു മാറ്റം വന്നു. അപ്പൊ നമുക്ക് തന്നെ ഇവൻ ഇഡലി, ദോശ അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ചില ആൾക്കാർക്ക് ഒരു പേടിയുണ്ടാവും, അങ്ങനെ ഈ ഷിപ്പ് പോകുമ്പോഴേ പലപ്പോഴും ഈ ഇളക്കുണ്ടാവും, ടെൻഡൻസി നമ്മൾ അറിയുന്നില്ല. സീൽ കൂടെയാണ് നമ്മൾ പോകുന്നത്.
പലപ്പോഴും മറന്നു പോകുന്നുള്ളതാണ്. പിന്നെ ലക്ഷദ്വീപ് കുറച്ച് സമയമാണെങ്കിൽ പോലും ലക്ഷദ്വീപ് നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കും. നമുക്ക് കാലാവസ്ഥ കുറച്ച് പ്രതികൂലമായിരുന്നു, ചൂടും കാര്യങ്ങളും. അല്ല അത് അത്ര വലിയ എനിക്ക് ബാധിച്ചിട്ടേ ഇല്ല ചൂട്. നമ്മൾ പിന്നെ എനിക്കൊന്ന് നാട്ടിലാണ് കൂടുതൽ ചൂട്. അതെന്തായാലും സൺറൈസ് പിന്നെ ഇവിടെ വെച്ചാണ് അല്ലെ പ്രസാദ് ഭായിനെ ഞാൻ പരിചയപ്പെട്ടത്. പ്രസാദ് ഭായിയുടെ കൂട്ടത്തിൽ ഒരുപാട് പാലക്കാടുകാരെ പരിചയപ്പെട്ടു, വടക്കഞ്ചേരിക്കാരെ. സൺറൈസിന്റെ കൂടെ വന്ന ആളുകളൊക്കെ പൊളിയല്ലേ? അടിപൊളിയാണ്. എല്ലാവരും ഭയങ്കര ആക്റ്റീവാണ്, എല്ലാവരും ഭയങ്കര ടോക്കറ്റീവ് ആണ്. അതുകൊണ്ടല്ലോ ചില ആൾക്കാർ സംസാരിക്കാതിരിക്കും, സംസാരിക്കുകയും ചെയ്യണം. അതില് ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവരും പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് സന്തോഷമായിട്ടും ഭയങ്കര ഫ്രീ ആയിരുന്നു. കാരണം അല്ല വന്നു കഴിഞ്ഞാല് ഞങ്ങളുടെ കൂടെ വന്ന ഒരു പാസഞ്ചറെ പോലെ തന്നെയാണ് എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തതും. അതൊക്കെ ഭയങ്കര. നമുക്ക് അടുത്ത ക്രൂസിംഗ് ജൂണിലും സെപ്റ്റംബറിലൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ എന്താ പറയുക കൊടേലിയ ക്രൂസിൽ വരിക, അടിച്ചു പൊളിക്കുക. ഓക്കെ, അപ്പൊ ബുക്കിങ്ങിന് വേണ്ടിയിട്ട് സൺറൈസിന്റെ എന്താ പറയാ ഇവരുടെ സർവീസ് അതിലപ്പുറം എന്താ പറയാ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, നല്ല ഹ്യൂമൻ ബീങ് ആണ്. അത് എപ്പോഴും ഉണ്ടായിക്കോട്ടെ കേട്ടോ. തീർച്ചയായിട്ടും ഉണ്ടാവും. നാളെ എന്നോട് പറയാൻ പാടില്ല, സന്തോഷമായിട്ടല്ലേ അതിൽ പറഞ്ഞത് നിങ്ങൾ. പക്ഷെ ഉറപ്പാണ്, ഗ്യാരണ്ടി ആണ്. കാരണം ഇവരൊക്കെ ഭയങ്കര എന്താ വടക്കഞ്ചേരിക്കാരാണ്, പാലക്കാടുകാരാണ്, എല്ലാവരും ഉണ്ട് കേട്ടോ. അല്ലെ കണ്ണൂരിൽ നിന്നും എല്ലാ ജില്ലയിൽ നിന്നും വന്നവരുണ്ട്, കായംകുളത്ത് നിന്ന് വന്നവരുണ്ട്. അപ്പൊ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് ധൈര്യമായിട്ട് ഈ ക്രൂയിസ് അതൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു വല്ലാത്തൊരു എന്താ പറയുക പ്രത്യേക അനുഭവങ്ങളാണ്. നമ്മൾ ഓരോ നിമിഷവും നമ്മൾ അനുഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രത്യേകത. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല അനുഭവമായി ഗ്യാരണ്ടിയാണ്. Thank you so much. Thank you. Bye. It all started in the kiss with the kind of fulfillment and activities that we offer on board. Gorgeous destinations that we take you to.